വീട്ടിലേക്ക് സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിന്റെ ഭാഗമായുള്ള സ്പോട്ട് അഡ്മിഷനെ കുറിച്ച് നിരവധി വിദ്യാർത്ഥികൾ നമ്മളോട് കമന്റ് അയച്ചും പേഴ്സണലി ഒക്കെ ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ്. അത് എങ്ങനെ അപ്ലൈ ചെയ്യാം, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, അത് എന്ന് തൊട്ടാണെന്നുള്ളത്. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന സ്പോട്ട് അഡ്മിഷനാണ് ഇനി വിളിക്കാൻ പോകുന്നത്. വിശദമായ വാർത്തയിലേക്ക് തന്നെ പോകാം. ആദ്യമായിട്ട് ചാനൽ കാണുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലൂടെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതേസമയം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനമറിക്കുന്ന വാർത്തയിലേക്ക് നടക്കാം. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ഇനി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അലോട്ട്മെന്റ് ആണ് സ്പോട്ട് അഡ്മിഷൻ. സ്പോട്ട് അഡ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് ഡിഗ്രി പ്രവേശനത്തിന് കയറാനുള്ള അവസാന ഒരു അഡ്മിഷൻ മാതൃകയാണ് സ്പോട്ട് അഡ്മിഷൻ എന്നും കൂടി പറയുന്നത് എന്നുള്ളത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്ന അവസാന, ഇനിയിപ്പോൾ സ്പോട്ട് അഡ്മിഷനും കൂടി മാത്രമേ ഉള്ളൂ. അത് ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് സ്പോട്ട് അഡ്മിഷനാണ്. ജൂലൈ മാസം 24 മുതലാണ് സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള രജിസ്ട്രേഷൻ യൂണിവേഴ്സിറ്റിയിൽ ആരംഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ ഇവിടെ സ്പോട്ട് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മളിവിടെ നോക്കുമ്പോൾ ജൂലൈ 24 മുതൽ 27 വരെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഫോർ കോളേജ് ലെവൽ സ്പോട്ട് അഡ്മിഷൻ ഫോർ ഓൾ കാറ്റഗറീസ് ഇൻക്ലൂഡിങ് SC/ST അറ്റ് ഗവൺമെൻറ് എയ്ഡഡ് കോളേജ്. അത് SC/ST ഉൾപ്പെടെയുള്ള SC/STക്കാർക്ക് മാത്രമല്ല, ജനറൽ മറ്റേത് വിഭാഗങ്ങൾക്കും ഇൻക്ലൂഡിങ് ഫോർ കോളേജ് ലെവൽ സ്പോട്ട് അഡ്മിഷൻ ഓഫ് ഓൾ കാറ്റഗറീസ് ഇൻക്ലൂഡിങ് SC/ST ഓൾസോ. SC/ST വിദ്യാർത്ഥികൾക്കും കൂടി അപ്ലൈ ചെയ്യാം. എല്ലാവർക്കും വേണ്ടി, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും വേണ്ടി ജൂലൈ 24 മുതൽ 27 വരെ അതാത് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നു. ഇതെങ്ങനെയാണ്, ഇതിൻ്റെ കോളേജിൽ ചെന്നിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കണോ അതോ ഓൺലൈനായിട്ട് വെച്ചാൽ മതിയോ എന്ന് കൃത്യമായി പറയുകയാണെങ്കിൽ അതിൻ്റെ സർക്കുലർ വന്നാലേ പറയാൻ പറ്റൂ. സർക്കുലർ നാളെയോട് കൂടിയിട്ടെങ്കിലും യൂണിവേഴ്സിറ്റി സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. നാളെയോടുകൂടി യൂണിവേഴ്സിറ്റി സൈറ്റിൽ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അറിയിക്കും. ജൂലൈ 24 മുതൽ 27 വരെയാണ് സ്പോട്ട് അഡ്മിഷനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. ഗവൺമെൻറ്/എയ്ഡഡ് കോളേജ് സ്പോട്ട് റാങ്ക് ലിസ്റ്റ് പബ്ലിക്കേഷൻ ജൂലൈ 28 സ്പോട്ട് അലോട്ട്മെൻറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഈ റാങ്ക് ലിസ്റ്റ് പ്രകാരം ജൂലൈ 29 മുതൽ ജൂലൈ 31 വരെയുള്ള തീയതികളിൽ അഡ്മിഷൻ നടക്കുമെന്നാണ് പ്രൊസീജിയർ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ അഡ്മിഷൻ ഷെഡ്യൂൾ പ്രകാരം പറയുന്നത്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് സർക്കുലർ വന്നാലേ പറയാൻ പറ്റും. അപ്പോൾ ജൂലൈ 24 സ്പോട്ട് അഡ്മിഷൻ വിളിക്കുമോ ഒക്കെയാണ് പറഞ്ഞത്. എങ്ങനെ അപ്ലൈ ചെയ്യാം, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ള വിവരങ്ങൾ കൃത്യമായ രീതിയിൽ പറഞ്ഞു. എങ്ങനെ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്നുള്ള രീതിയിൽ പറഞ്ഞു. എല്ലാ കാറ്റഗറിയിൽ പെടുന്നവർക്ക്, ജനറൽ, SC/BC, OBC, SC/ST എല്ലാ വിഭാഗങ്ങളിൽ പെടുന്നവർക്കും വിദ്യാർത്ഥികൾക്കും ഇതിനായിട്ട് അപ്ലൈ ചെയ്യാം. എല്ലാ വിഭാഗങ്ങൾക്കും ഇൻക്ലൂഡിങ് ഓൾ കാറ്റഗറീസ് ഇൻക്ലൂഡിങ് SC/ST ഓൾസോ എല്ലാ വിഭാഗങ്ങൾക്കും ഇതിൽ പങ്കെടുക്കാം. എങ്ങനെ അപേക്ഷിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വർഷങ്ങളിലൊക്കെ എന്താണ്, നമ്മൾ കോളേജിൽ പോയിട്ട് അപേക്ഷിക്കേണ്ടതാണ്. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം കോളേജിൽ പോയിട്ടായിരുന്നു ആപ്ലിക്കേഷൻ വെക്കേണ്ടത്. കഴിഞ്ഞ വർഷം എന്നാൽ എന്ത് ചെയ്തു, ഓൺലൈനായിട്ടുള്ള സംവിധാനം ചെയ്തിരുന്നു, ഓൺലൈനായിട്ടായിരുന്നു. അപ്പോൾ ഈ വർഷം ഓഫ്ലൈനായിട്ടാണോ ഓൺലൈനായിട്ടാണോ എന്നുള്ളത് സർക്കുലർ വന്നാലേ പറയാൻ പറ്റൂ. സർക്കുലർ വന്നു കഴിയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നതിന്